കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ വയറ് നിറയുന്നത് വരെ ഇയാൾ ഇത് മുറിച്ച് മുറിച്ച് വെച്ച് കൊടുത്തു. അയാളുടെ പിതാവിൻ്റെ ഒരു സ്നേഹമാണ് കണ്ടത്. അങ്ങനെ മുറിച്ച് കൊടുത്ത് കൊടുത്ത് ആ കുട്ടി ആ പൊതിയിലുണ്ടായിരുന്നതിൻ്റെ ഒരു പകുതിയോളം കഴിച്ചു. തീരെ കുഞ്ഞ് കൊച്ചാണ്. അതിനാൽ തന്നെ ധാരാളമായി അതിന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇയാൾ അത് ഈ കുട്ടിയുടെ വയറ് നിറയുന്നത് വരെ, കുട്ടി ഇനി കൂടുതൽ കഴിക്കില്ല എന്ന് ഉറപ്പ് ആകുന്നത് വരെയും ഇയാൾ ഈ കുട്ടിയുടെ വായിലേക്ക് ഇത് വെച്ച് കൊടുത്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ കുട്ടിയുടെ വയറ് നിറഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ കുട്ടിയുടെ മുഖം കഴിയുകയും ബാക്കി ഈ പൊതിയിൽ ഒരു അപ്പമോ ഒരു ദോശയോ എന്തോ മിച്ചമുണ്ടായിരുന്നു. ആ പൊതി ഇയാൾ അതുപോലെ ഭാര്യയുടെ മുന്നിലേക്ക് നീക്കി വെക്കും. അങ്ങനെ ഉടനെ തന്നെ ഭാര്യ ആ പൊതിയെടുത്ത് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഇതെനിക്ക് വളരെ കൗതുകകരമായി തോന്നി. ആ പിതാവിൻ്റെ ഒരു സ്നേഹം, കുട്ടിയോടും ഭാര്യയോടും ഉള്ള ഒരു സ്നേഹമാണ് ഞാൻ അവിടെ കണ്ടത്. 2 പൊതി വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു കുടുംബം അല്ലായിരുന്നു അത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ ട്രെയിനിൽ വന്നവരൊന്നും അല്ല. ഒരുപക്ഷെ എന്തെങ്കിലും പണി അന്വേഷിച്ച് അതുവഴി വന്നവരാകും, നാടോടികളാണ്. അപ്പോൾ ആ ഒന്നിൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയവരാകും, എന്തോ അറിയില്ല. എങ്കിലും ആ പിതാവിന് ആ കുട്ടിയോടും ഭാര്യയോടും ഉള്ള സ്നേഹം ഈ ഒരു പൊതി ഭക്ഷണത്തിൽ കാണുവാൻ സാധിച്ചു. 2 പൊതി വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാലാകും ഒരു പൊതി മാത്രം വാങ്ങിയത്. ആ ഒരു പൊതി അത് കുഞ്ഞു കൊച്ചാണെന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ വയറ് നിറയുന്നത് വരെയും അയാൾ അത് മുറിച്ച് അതിൻ്റെ വായിൽ കൊടുത്തു. അതിനെ തൃപ്തിയായി കഴിപ്പിച്ചതിന് ശേഷം ബാക്കി വന്നത് ഇയാൾ ഭാര്യയുടെ മുന്നിലേക്ക് നീക്കി വെക്കുകയാണ് ചെയ്തത്. അയാൾ അതിൽ നിന്ന്